എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് അഴുക്കിൻ്റെയും ചെളിയുടെയും കൂമ്പാരമായിരിക്കും. ആരുടേതാണ് ഈ ഒരു വാക്കുകൾ? വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ പോകുന്നത് അഴുക്കിൻ്റെയും ചെളിയുടെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഓപ്ഷൻ സി, രവീന്ദ്രനാഥ ടാഗോറാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത്. 1941 കാലഘട്ടത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനൊരു നിരീക്ഷണം നടത്തിയത്. SCRT ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള ഒരു കോളത്തിൽ വരുന്ന ഭാഗമാണിത്, ഈ ഒരു കോട്ടിങ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്താണ് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അപ്പോൾ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വെല്ലുവിളികൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്നാണ് ചോദ്യം. ഒന്നാമത്തേത് അഭയാർത്ഥി പ്രവാഹം, 2 വർഗീയ കലാപങ്ങൾ, 3 ചിതറിക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ. 1 അഭയാർത്ഥി പ്രവാഹം, 2 വർഗീയ കലാപങ്ങൾ, 3 ചിതറിക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ. ഉത്തരം എന്താണ്? 1, 2, 3 എന്നിവയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എന്നിവ. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായിരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ. ഒന്നാമത്തേത് എന്താണ്? വിഭജനാനന്തരം ഉണ്ടായ അഭയാർത്ഥി പ്രവാഹം, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ടും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഉണ്ടായിരുന്ന നിലക്കാത്ത അഭയാർത്ഥി പ്രവാഹവും. രണ്ടാമത് വർഗീയ കലാപങ്ങൾ. അന്ന് എന്ത് ചെയ്തു? വിഭജനത്തിൻ്റെ ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതുപോലെ തന്നെയായിരുന്നു ഏകദേശം 400ഓളം നാട്ടുരാജ്യങ്ങളായി ചിന്നിക്കിടന്നിരുന്നതായിരുന്നു എന്ത്? ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന ഭൂപ്രദേശം ബ്രിട്ടീഷുകാർ ഒഴിവാക്കി പോകുമ്പോൾ ഏകദേശം 400ഓളം നാട്ടുരാജ്യങ്ങളായിട്ട് ചിതറി കടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതും എന്താണ്? ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പ്രധാനമായി ഈ 3 വെല്ലുവിളികളായിരുന്നു: അഭയാർത്ഥി പ്രവാഹവും വർഗീയ കലാപങ്ങളും ചിതറിക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളും. വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ പുറപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു വിഭജനാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പറഞ്ഞു വർഗീയ കലാപങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഇപ്പോൾ നോക്കാം. 1 കൽക്കട്ട ബീഹാർ, 2 നവകാലി, 3 പഞ്ചാബ് കാശ്മീർ, 4 ദില്ലി. അപ്പോൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2, 3, 4. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രദേശങ്ങളിലും എന്താണ്? വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പോൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൽക്കട്ട, ബീഹാർ, നവകാലി, പഞ്ചാബ്, കാശ്മീർ, ദില്ലി. ഈ പ്രദേശങ്ങളിലൊക്കെ എന്താണ്? വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്താണ്? ഈ പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹം ഈ ഒരു വർഗീയ കലാപം പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടെ ആ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി ഈ ഒരു പ്രദേശങ്ങളിലായിരുന്നു ഗാന്ധിജിയുടെ പ്രവർത്തനം.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞത്. എന്തിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് നെഹ്റു പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗാന്ധിയുടെ മരണം. ഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നു. അതിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഗാന്ധിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത്. അടുത്തത് നോക്കാം. ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്ന ദിവസം. അപ്പോൾ ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ചോദ്യം. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ആളാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. അതെന്നാണ്? 1948 ജനുവരി 30. ജനുവരി 30 മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം. 1948 സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം ജനുവരി 30 മഹാത്മാഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30. 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നത്. സ്വാതന്ത്ര്യാനന്തരം രൂപം കൊണ്ട ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചിരുന്നത് ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം നമുക്കറിയാം ഇന്ത്യയിൽ മന്ത്രിസഭ ഉണ്ടായി എന്നറിയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലൊരു മന്ത്രിസഭ രൂപീകൃതമായി എന്നറിയാം. അതിൽ ആ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചിരുന്നത് മന്ത്രി ആരായിരുന്നു? സംസ്ഥാനങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചിരുന്ന മന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണെന്ത്? ആഭ്യന്തരമന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതുപോലെ സംസ്ഥാനങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചിരുന്ന മന്ത്രിയുമാരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. വി പി മേനോൻ ആരാണ്? വി പി മേനോന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു, മലയാളിയായ വി പി മേനോന്. അദ്ദേഹവും സർദാർ വല്ലഭായ് പട്ടേലും ചേർന്നുകൊണ്ടാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് മുന്നോട്ട് ഇറങ്ങിയത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു എന്ത് ചുമതല? സംസ്ഥാനങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതല. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. ആരായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയ മലയാളി? അപ്പോൾ ആരായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയ മലയാളി? ആരായിരുന്നു? വി പി മേനോനാണ്. വി പി മേനോനായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയ മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടൊക്കെ വി പി മേനോനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചിരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയ മലയാളി ആരായിരുന്നു? വി പി മേനോനായിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച ചില നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്, അതല്ലാത്ത നാട്ടുരാജ്യങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് കണ്ടെത്താനാണ്. ഹൈദരാബാദ്, സത്താറ, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, സത്താറ, കാശ്മീർ, ജുനഗഡ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സത്താറയാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദും ജുനഗഡും കാശ്മീരും എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. സത്താറ ആരാണ്? സത്താറ നമ്മൾ പറഞ്ഞു സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധനമൊക്കെ പഠിച്ചപ്പോൾ ദത്താവകാശ നിയമന നിരോധന പ്രകാരം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ നാട്ടുരാജ്യമാണ് എന്ത്? സത്താറ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഉദയ്പൂർ, സത്താറ, സാമ്പൽപൂർ, ഝാൻസി എന്നൊക്കെ നമ്മൾ അത് ലിസ്റ്റ് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അതിൽ പെട്ടതാണ് ഇത് സത്താറ. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന വിദേശ ശക്തികൾ ആരൊക്കെയായിരുന്നു? ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ചില വിദേശ ശക്തികൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. ചില യൂറോപ്യൻ ശക്തികളുടെ അധീന പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യ 1947 ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായ ശേഷവും എന്ത് ചെയ്തു? ചില യൂറോപ്യൻ ശക്തികളുടെ അധീന പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അധീന പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആ വിദേശികൾ ആരൊക്കെയെന്നാണ് ചോദ്യം. ഫ്രാൻസ്, ഡച്ചുകാർ, പോർച്ചുഗൽ, ചൈനക്കാർ.
ഉത്തരം ഏതാണ്? ആ വിദേശ ശക്തികൾ ആരൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തികൾ ആരൊക്കെയായിരുന്നു? 1 ഫ്രാൻസ്, അതുപോലെ 3 പോർച്ചുഗൽ. ഡച്ചുകാരും ചൈനക്കാരും ഒന്നുമല്ല. ഡച്ചുകാരൊക്കെ ഇന്ത്യയിൽ എന്നോ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഡച്ചുകാർ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട്. ചൈനക്കാരൊരിക്കലും ഇന്ത്യയിൽ അധീനം നടത്തിയിട്ടില്ല, അധിനിവേശം നടത്തിയിട്ടില്ല. അവർ വ്യാപാരം, പഴയ കാലത്ത് വ്യാപാരം ചെയ്തിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഓപ്ഷൻ 1, 3 എന്നാണ് ഉത്തരം വരിക. 1, 3. ഫ്രാൻസിനും പോർച്ചുഗലിനുമായിരുന്നു സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത്. ഫ്രാൻസിന് എവിടെയായിരുന്നു? ഫ്രാൻസിൻ്റെ അധീന പ്രദേശമായിരുന്നു മാഹി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങൾ. പോർച്ചുഗലിൻ്റെ കീഴിലേതായിരുന്നു? ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ. അപ്പോൾ ഗോവ, ദാമൻ, ദിയു പ്രദേശങ്ങൾ പോർച്ചുഗലിന് കീഴിലും ഫ്രാൻസിന് കീഴിലേതായിരുന്നു? മാഹി, പുതുച്ചേരി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസിന് കീഴിലുമായിരുന്നു. ഫ്രാൻസുകാർ ഇന്ത്യ വിട്ടതെന്നാണ്? 1954 ഫ്രാൻസുകാർ ഇന്ത്യ വിട്ടു. അതേപോലെ സൈനിക നീക്കത്തിലൂടെ എന്ത് ചെയ്തു? പോർച്ചുഗലിനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു. ജനങ്ങളുടെ പ്രതിഷേധം കാരണമാണിത് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത്. എന്നാൽ പോർച്ചുഗലുകാരെ പുറത്താക്കിയത് സൈനിക നീക്കത്തിലൂടെയായിരുന്നു. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമയുടെ സംവിധായകൻ ഋത്വിക് ഘട്ടക്, MS സത്യു, പമേല റോക്സ്, നിഹലാനി. ആരാണ്? പമേല റോക്സ് ആണ്. പമേല റോക്സിൻ്റെ സിനിമയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നുള്ള സിനിമ. വിഭജന കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള സിനിമയാണെന്ത്? ട്രെയിൻ ടു പാകിസ്ഥാൻ. വിഭജനത്തിന് ശേഷം നടന്ന പലായനത്തെക്കുറിച്ചൊക്കെ പറയുന്ന സിനിമയാണെന്ത്? ട്രെയിൻ ടു പാകിസ്ഥാൻ. പമേല റോക്സ് ആണെന്ത്? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ ആരുടേതാണ്? പമേല റോക്സിൻ്റെയാണ്. പമേല റോക്സിൻ്റെ സിനിമയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമകളും സംവിധായകരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ്. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളും സംവിധായകരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് കണ്ടെത്താനാണ്. മേഘ ദാക്കധാര, ഋത്വിക് ഘട്ടക്. അതെന്താണ്? ശരിയായ ജോഡിയാണ്. മേഘ ദാക്കധാര ആരതാണ്? ഋത്വിക് ഘട്ടകിൻ്റെയാണ്. അതുപോലെ ഗരം ഹവ ആരതാണ്? MS സത്യു. അതും എന്താണ്? ശരിയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ സത്യജിത് റേ. അതെന്താണ്? തെറ്റാണ്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരതാണ്? പമേല റോക്സിൻ്റെയാണ്. തമസ് ഗോവിന്ദ് നിഹലാനി. അതും എന്താണ്? ശരിയായ ജോഡിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ സത്യജിത് റേ എന്നുള്ളതാണ് തെറ്റ്. പമേല റോക്സിൻ്റെയാണ് എന്ത്? ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘ ദാക്കധാര ഋത്വിക് ഘട്ടക് ശരിയാണ്. ഗരം ഹവ MS സത്യു ശരിയാണ്. തമസ് ഗോവിന്ദ് നിഹലാനി ശരിയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരാണ്? സത്യജിത് റേ അല്ല, പമേല റോക്സ് ആണ്. മുൻ ചോദ്യം നമ്മൾ പഠിച്ചതാണ്. പമേല റോക്സിൻ്റെയാണ് എന്ത്? ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘ ദാക്കധാര ഋത്വിക് ഘട്ടക്, ഗരം ഹവ MS സത്യു, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റോക്സ്, തമസ് ഗോവിന്ദ് നിഹലാനി. അപ്പോൾ വിഭജന കാലത്ത് വന്ന സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച 4 സിനിമകളും അതിൻ്റെ സംവിധായകരുമാണെന്ത് നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പഠിച്ചത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതിയതാരാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതിയതാരാണ്? VP മേനോനാണ്. VP മേനോൻ എഴുതിയ പ്രശസ്തമായ 2 പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകവും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ പുസ്തകവും എഴുതിയ ആളാരാണ്? VP മേനോനാണ്. VP മേനോന് നമുക്കറിയാം, മലയാളിയാണ് അദ്ദേഹം. ആരായിരുന്നു? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ചിരുന്ന ആളായിരുന്നു VP മേനോൻ. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ.
ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ വിദേശ ശക്തികൾ ആരായിരുന്നു? ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ വിദേശ ശക്തികൾ ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗീസുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് ശേഷം എന്ത് ചെയ്തു? ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫ്രഞ്ചുകാർ പിന്നെ ആദ്യം പോയി, അതിനുശേഷം അവസാനം പോയതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഗോവ, ദാമൻ, ദിയു പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിരുന്ന പോർച്ചുഗീസുകാരെ സൈനിക നീക്കത്തിലൂടെയാണ് എന്ത് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയത്. ഫ്രഞ്ചുകാരെന്ത് ചെയ്തു? മാഹി, യാനം, കാരക്കൽ എന്നീ പ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്ന പുതുച്ചേരി എന്നീ പ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്ന ഫ്രഞ്ചുകാരെന്ത് ചെയ്തു? ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് ഇന്ത്യ വിട്ടത്. എന്നാൽ സൈനിക നീക്കത്തിലൂടെയാണ് പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തിയത്. ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ കൈവശമുണ്ടായിരുന്നത് ഗോവ, ദാമൻ, ദിയു പ്രദേശങ്ങളും ഫ്രഞ്ചുകാരുടെ കൈവശമുണ്ടായിരുന്നത് ഇന്നത്തെ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം, അതായത് മാഹി, കേരളത്തിൻ്റെ മാഹി, ആന്ധ്രാപ്രദേശിലെ യാനം, തമിഴ്നാട്ടിലെ കാരക്കൽ, പുതുച്ചേരി എന്നിവ കൂടിയതാണ് എന്ത് പഴയ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ. അപ്പം അത് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമാണ്, മുഖ്യമന്ത്രിയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് നിലവിൽ പുതുച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മയ്യൈ പുഴയെ ഇംഗ്ലീഷ് കനാൽ എന്ന് വിളിക്കാൻ കാരണം. അപ്പം മയ്യൈ പുഴയുടെ ഒരു വശത്ത് അക്കരെ ഫ്രഞ്ചുകാരുടെ അധീന പ്രദേശങ്ങളും ഇക്കരെ ബ്രിട്ടീഷുകാരുടെ അധീന പ്രദേശങ്ങളും ആയതുകൊണ്ടാണ് മയ്യൈ പുഴയെ ഇംഗ്ലീഷ് കനാൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. സൈനിക നീക്കത്തിലൂടെയാണ് അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയത്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. താഴെ 4 പ്രസ്താവനകളുണ്ട്, അതിൽ തെറ്റായത് കണ്ടെത്താനാണ്. സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ഫ്രഞ്ച് അധീന പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ എന്നിവ. ശരിയായ പ്രസ്താവനയാണ്, നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ഫ്രഞ്ച് അധീന പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ എന്നിവ. സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. അതും ശരിയാണ്. സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു. ഫ്രഞ്ചുകാർ ശക്തമായ പ്രതിഷേധം കാരണം 1956 ഇന്ത്യ വിട്ടു. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു എന്നുള്ളത് ശരിയാണ്. വർഷം 1956 അല്ല, 54 അപ്പോൾ ഫ്രഞ്ചുകാർ ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം കാരണം 1954 ഇന്ത്യ വിട്ടത്. അതായത് സ്വാതന്ത്ര്യം കിട്ടി 7 വർഷത്തിന് ശേഷം ആദ്യം ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു. പിന്നീട് 7 വർഷത്തിന് ശേഷമാണ് അടുത്ത വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരെ സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ചുകാർ ശക്തമായ പ്രതിഷേധം കാരണം 1954 ഇന്ത്യ വിട്ടത്, 56 അതിനും 7 വർഷത്തിന് ശേഷം അവസാന വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരെ സൈനിക നീക്കത്തിലൂടെ 1961 പുറത്താക്കി. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47 7 വർഷത്തിന് ശേഷം 1954 ശേഷം ഫ്രഞ്ചുകാർ ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഇന്ത്യ വിട്ടുപോയി. പിന്നീട് ഒരു 7 വർഷത്തിന് ശേഷം 1961 പോർച്ചുഗീസുകാരെ എന്ത് ചെയ്തു? സൈനിക ഓപ്പറേഷനിലൂടെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഫ്രഞ്ചുകാരുടെ അധീന പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ എന്നിവയും ഫ്രഞ്ചുകാരുടെ അധീന പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു എന്നിവയും ആയിരുന്നു. 1954 ഫ്രഞ്ചുകാരും 61 പോർച്ചുഗീസുകാരും ഇന്ത്യ വിട്ടു. ഇന്ത്യ വിട്ട അവസാന വിദേശ ശക്തികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം ഏതാണ്? 1951-52 കാലഘട്ടമാണ്. 1951-52 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1951 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വാതന്ത്ര്യം കിട്ടി 4 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1950 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 4 വർഷങ്ങൾക്ക് ശേഷം 1951 മുതൽ 52 വരെ ദീർഘകാലം നീണ്ടുനിന്ന ഒരു പ്രോസസ്സായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ത്യ ജനാധിപത്യ രാജ്യമായി മാറാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പാകുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ടാണ് ഏകദേശം
1 വർഷത്തോളം നീണ്ടു നിന്നൊരു പ്രോസസ്സായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അതും ശരിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ഭരണഘടനാ നിർമ്മാണ സഭ 1946 രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ബി ആർ അംബേദ്കറെ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഭരണഘടന എന്നുള്ളത്. അപ്പോൾ എന്താണ്? അതും ശരിയാണ്. അപ്പോൾ 4 പ്രസ്താവനയും ശരിയാണ്. ഉത്തരം 1, 2, 3, 4 ശരി എന്നാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ എന്താണ്? 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം 1946. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അംബേദ്കർ. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത്. അപ്പോൾ ഈ 4 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 4 പ്രസ്താവനകളൊന്ന് ഓർത്തു വെക്കുക. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച 1920 കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കോൺഗ്രസ് സമ്മേളനമാണ്. അത് നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ അല്ലെങ്കിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 1929 ലാഹോർ സമ്മേളനം നടന്നത്. നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനമാണ്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം. കൽക്കത്ത സമ്മേളനം എന്താണ്? 1920 തന്നെ കൽക്കത്ത ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു. കൽക്കത്തയിൽ വെച്ചായിരുന്നു 1920 തന്നെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചത്. ആ സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം 1919 റൗലറ്റ് ആക്ടിനെതിരെ ഉള്ള പ്രതിഷേധവും ജാലിയൻ വാലാബാഗ് സംഭവമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതേ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അനുമതി നൽകിയ പ്രത്യേക കോൺഗ്രസ് സമ്മേളനം നടന്നത് കൽക്കട്ടയിലായിരുന്നു. അത് വർഷം 1920 തന്നെ. അപ്പോൾ 1920 പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ അനുമതി നൽകിയത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ചെയ്ത് മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി ആരാണ്? അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ നിരാഹാരം കടന്നു. ആ നിരാഹാര സമരം ചെയ്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മരണപ്പെട്ട ആ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പോറ്റി ശ്രീരാമലുവാണ്. അപ്പോൾ ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി നിരാഹാര സമരം ചെയ്തുകൊണ്ട് മരണമടഞ്ഞ വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലുവാണ്. പോറ്റി ശ്രീരാമലുവാണ്. സി രാജഗോപാലാചാരി ആരാണ്? ഓപ്ഷൻ സി രാജഗോപാലാചാരി. വേദാരണ്യം കടപ്പുറത്ത്, തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് സി രാജഗോപാലാചാരി. ബാരിസ്റ്റർ ടി പ്രകാശം നമുക്കറിയാം
കേരളത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ആളാണ് ബാരിസ്റ്റർ ടി പ്രകാശം. പ്രഥമ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച ആളാണ് ബാരിസ്റ്റർ ടി പ്രകാശം. അദ്ദേഹമാണെന്ത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആളും ബാരിസ്റ്റർ ടി പ്രകാശാണ്. അപ്പോൾ നിരാഹാര സമരം കടന്ന് മരണപ്പെട്ട ആൾ പോറ്റി ശ്രീരാമലുവാണ്. ബാരിസ്റ്റർ ടി പ്രകാശം ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്ന നേതാവാണ്. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതാണ്? ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം ഓപ്ഷൻ സി ആണ് 1953. നമുക്കറിയാം പോറ്റി ശ്രീരാമലു എന്ത് ചെയ്തു? നിരാഹാരം കിടന്നു മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതേ തുടർന്ന് എന്ത് ചെയ്തു? വൻതോതിൽ പ്രക്ഷോഭങ്ങളുണ്ടായി. അതിനുശേഷമാണ് 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം 1953. 1953 എന്ത് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്. അപ്പോൾ ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം 1953. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി എന്ത് ചെയ്തു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫസൽ അലിയാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസൽ അലിയാണ്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലിയാണ്. ആ കമ്മീഷനിലുള്ള മറ്റ് 2 അംഗങ്ങളായിരുന്നു എച്ച്.എൻ. കുൻസ്രുവും സർദാർ കെ.എം. പണിക്കറും. അതിൽ സർദാർ കെ.എം. പണിക്കർ മലയാളി കൂടിയാണ്. അദ്ദേഹമാണെന്ത് പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ കേരള സിംഹം എന്ന പുസ്തകം എഴുതിയ ആൾ അദ്ദേഹമാണ്. കേരള ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയ ആളും സർദാർ കെ.എം. പണിക്കറാണ്. സർദാർ കാവാലം മാധവൻ പണിക്കർ അഥവാ കെ.എം. പണിക്കർ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഫസൽ അലിയാണ്. അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? എച്ച്.എൻ. കുൻസ്രുവും സർദാർ കെ.എം. പണിക്കരുമാണ് അംഗങ്ങൾ. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസൽ അലിയാണ്. അംഗങ്ങളാണ് എച്ച്.എൻ. കുൻസ്രുവും സർദാർ കെ.എം. പണിക്കരും. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ഭാഗം കൂടിയാണ് എന്ത് ഈ ഒരു ചോദ്യം. ഫസൽ അലി എല്ലാവർക്കും എപ്പോഴും തെറ്റുന്നൊരു ഭാഗമാണ്. ഇനി ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ആ പാസ്സാക്കിയ വർഷം ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 1956. നമുക്കറിയാം കേരളം ഉണ്ടായ ദിവസമാണെന്ത്? വർഷമാണ് 1956. 1956 നവംബർ 1 കേരളം ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വർഷമാണ് എന്ത് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1956. അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകൃതമായത്. കേരളവും എന്താണ് അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു സംസ്ഥാനമാണ്. 1956 നവംബർ 1 കേരളം രൂപീകൃതമായത്. അപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണെന്ത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണെന്ത് നിലവിൽ വന്നത്. 1956 ഈ ഒരു നിയമം പാസ്സാക്കിയത്. അപ്പോൾ 21 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യങ്ങൾക്കായി കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.